ഹലോ, ഞാൻ ബാസില. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ആദ്യം എംബ്രോയ്ഡറി ചെയ്യാൻ വേണ്ട ബേസിക് ആയിട്ടുള്ള കുറച്ച് മെറ്റീരിയൽസ് പരിചയപ്പെടാം. അത് കഴിഞ്ഞിട്ട് എംബ്രോയ്ഡറിയിൽ വരുന്ന ഏറ്റവും ബേസിക് ആയിട്ടുള്ള 4 ഔട്ട്ലൈൻ സ്റ്റിച്ചസും പഠിക്കാം. എംബ്രോയ്ഡറി ചെയ്യാൻ നമുക്ക് ഏറ്റവും ആദ്യം വേണ്ടത് ഫാബ്രിക് ആണ്. ഇത് ഞാൻ കേസ്മെൻറ്റ് ഫാബ്രിക് ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. നിങ്ങൾ ബിഗിനേഴ്സ് ആയിട്ടുള്ളവർക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് മല്ലിൻ്റെ ഫാബ്രിക് അല്ലെങ്കിൽ പോപ്ലിൻ ഫാബ്രിക്, ഈ ഒരു 2 കോട്ടണിൽ വരുന്ന ഈ ഒരു 2 മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ട് പഠിക്കാം. പഠിച്ചതിന് ശേഷം നമുക്ക് ഹൂപ്പ് വർക്കൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഈ ഒരു കേസ്മെൻറ്റ് ഫാബ്രിക് യൂസ് ചെയ്യാം. നെക്സ്റ്റ് നമുക്ക് എംബ്രോയ്ഡറി ഹൂപ്പ് വേണം, അല്ലെങ്കിൽ എംബ്രോയ്ഡറി ഫ്രെയിം. ഇത് നമുക്ക് പല സൈസിലും അവൈലബിൾ ആണ്. നമുക്കിപ്പോൾ പഠിക്കാൻ വേണ്ടിയിട്ട് 6 ഇഞ്ചിൻ്റെയോ, ഇതിപ്പോൾ 6 ഇഞ്ചിൻ്റെ ഹൂപ്പാണ്. ഇവിടെയാണ് സൈസ് കൊടുത്തിരിക്കുന്നത്, കണ്ടോ? ഇവിടെ 6 എന്ന് കാണുന്നില്ലേ? ഇവിടെയാണ് സൈസ് കൊടുക്കുന്നത്. ഇതുപോലെ നമുക്ക് 6, 8, 7, 8 അങ്ങനെ പല സൈസിലുള്ള ഹൂപ്പുകളുണ്ട്. ഇപ്പോൾ നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ബിഗിനേഴ്സ് ആയിട്ടുള്ളവർക്ക് 6 ഇഞ്ചിൻ്റെയോ 8 ഇഞ്ചിൻ്റെയോ ഹൂപ്പ് നമ്മുടെ കയ്യിലുണ്ടായാൽ മതി. നെക്സ്റ്റ് ഡിസൈൻ വരയ്ക്കാൻ വേണ്ടിയിട്ട് ഇറേസബിൾ പെന്ന് യൂസ് ചെയ്യാം. ഇറേസബിൾ പെന്ന് നമുക്ക് 2 വിധത്തിൽ കിട്ടും. ഒന്ന് വാട്ടർ ഇറേസബിൾ പെന്ന്, അല്ലെങ്കിൽ ഹീറ്റ് ഇറേസബിൾ പെന്ന്. ഈ 2 രീതിയിലും നമുക്ക് ഇറേസബിൾ പെന്ന് കിട്ടുന്നുണ്ട്. ഇറേസബിൾ പെന്ന് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഡിസൈൻ വരച്ചതിന് ശേഷം, ഡിസൈൻ എംബ്രോയ്ഡറി ഒക്കെ ചെയ്തതിന് ശേഷം നമുക്ക് അത് ക്ലോത്തിൽ നിന്ന് ഈസി ആയിട്ട് റിമൂവ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് നമുക്ക് പെന്നും പെൻസിലും യൂസ് ചെയ്യുന്നതിന് പകരം ഇറേസബിൾ പെന്ന് യൂസ് ചെയ്യണം എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് വേണ്ടത് സ്കെയിൽ. ലൈൻസ് ഒക്കെ വരച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് സ്കെയിൽ യൂസ് ചെയ്യാം. എംബ്രോയ്ഡറി ത്രെഡ്, ഇതുപോലെയുള്ള എംബ്രോയ്ഡറി ത്രെഡ് യൂസ് ചെയ്യാം. ഇത് ആങ്കറിൻ്റെ ത്രെഡാണ്. ഒന്നുകൂടെ അഫോർഡബിൾ ആയിട്ടുള്ള ഓപ്ഷൻസ് വേണമെങ്കിൽ ഡോളി അല്ലെങ്കിൽ രംഗോലി, ഈ 2 ബ്രാൻഡിൻ്റെ ത്രെഡ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് പഠിക്കാം. നെക്സ്റ്റ് നീഡിൽ വേണം. നീഡിലിൻ്റെ നമ്പേഴ്സ് വരുന്നത് നീഡിൽ നമ്പർ 4, 5, 6, ഈ നമ്പേഴ്സൊക്കെ നമുക്ക് എംബ്രോയ്ഡറിക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതിന് ഇതുപോലെ ഹോൾസ് നല്ല ഇതിൻ്റെ നല്ല ലെങ്ത്തിൽ കിട്ടും. അപ്പോൾ നമുക്ക് 6 സ്ട്രാൻഡ്സൊക്കെ നൂല് മൊത്തത്തിൽ നമുക്ക് ഉള്ളിലേക്ക് ഈസി ആയിട്ട് കോർത്തെടുക്കാൻ പറ്റും. പിന്നെ ഇതുപോലെ ത്രെഡ് കട്ടർ അല്ലെങ്കിൽ എ പെയർ ഓഫ് സിസേഴ്സ്. പിന്നെ ഡിസൈൻ ട്രേസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ കാർബൺ പേപ്പേഴ്സ് യൂസ് ചെയ്യാം. ക്ലോത്തിൽ ഇതുപോലെ കളറിൽ വരുന്ന കാർബൺ പേപ്പേഴ്സാണ് യൂസ് ചെയ്യുന്നത്. അതായത് ബ്ലൂ അല്ലെങ്കിൽ ബ്ലാക്ക്, ഇതിലൊക്കെ വരുന്ന കാർബൺ പേപ്പേഴ്സ് മാക്സിമം അവോയ്ഡ് ചെയ്യാൻ നോക്കുക. അത് യൂസ് ചെയ്യുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് ഈ കൈയൊക്കെ തട്ടുന്ന ഭാഗത്തൊക്കെ കളർ വരും. അപ്പോൾ ഡിസൈന് കറക്റ്റ് നല്ല വൃത്തിയിൽ ട്രേസ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഇതുപോലെയുള്ള വൈറ്റ്, യെല്ലോ, ഇതുപോലെ പിങ്ക്, ഈ 3 കളറിലുള്ള കാർബൺ പേപ്പേഴ്സ് യൂസ് ചെയ്യാം. ഇത്രയും മെറ്റീരിയൽസാണ് ബേസിക്കായിട്ട് എംബ്രോയ്ഡറി പഠിക്കാൻ നമ്മളെ കയ്യിൽ അത്യാവശ്യം വേണ്ടത്. ഇനി നമുക്ക് ഈ ഒരു ഹൂപ്പിലേക്ക് എങ്ങനെയാണ് ക്ലോത്ത് ഫിക്സ് ചെയ്യാൻ നോക്കാം. എംബ്രോയ്ഡറി റിങ് എടുത്തിട്ട് അതിൻ്റെ സ്ക്രൂ ഒന്ന് ലൂസ് ചെയ്തിട്ട് ഇന്നർ റിങ്ങും ഔട്ടർ റിങ്ങും ഇതുപോലെ സെപ്പറേറ്റ് ചെയ്തെടുക്കാം. ആദ്യം ഇന്നർ റിങ് വെക്കുക, അതിൻ്റെ മുകളിലായിട്ട് ക്ലോത്ത് വെക്കുക, പിന്നെ അതിൻ്റെ മുകളിലായിട്ട് വീണ്ടും ഔട്ടർ റിങ് വെച്ച് കൊടുക്കുക. ഔട്ടർ റിങ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി ജസ്റ്റ് സ്ക്രൂ ഒന്ന് ടൈറ്റ് ആക്കിയതിന് ശേഷം എല്ലാ സൈഡിൽ നിന്നും ക്ലോത്ത് ഒരേ രീതിയിൽ ഇങ്ങനെ നന്നായിട്ട് വലിച്ചു കൊടുക്കുക. നന്നായിട്ട് വലിച്ച് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു ടൈറ്റിൽ കിട്ടണം. നമ്മൾ ടച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ തൊടുന്ന ഭാഗത്ത് ക്ലോത്ത് കുഴിഞ്ഞു പോകാൻ പാടില്ല. ഈ ഒരു രീതിയിൽ നല്ല സ്ട്രൈറ്റായിട്ട് കിട്ടുന്ന രീതിയിൽ ക്ലോത്ത് നന്നായിട്ട് ടൈറ്റ് ചെയ്തെടുക്കുക. നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം സ്ക്രൂ ഫുള്ളായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മുടെ ക്ലോത്ത് ഫ്രെയിമിൽ ഫിക്സ് ചെയ്തെടുത്തു. ഇനി നമുക്ക് സ്റ്റിച്ചസ് ഓരോന്നും എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. റണ്ണിങ് സ്റ്റിച്ച്, ബാക്ക് സ്റ്റിച്ച്, സ്റ്റെം സ്റ്റിച്ച്, ചെയിൻ സ്റ്റിച്ച്, ഈ 4 സ്റ്റിച്ചുകളാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. ഓരോ സ്റ്റിച്ചും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്കിതുപോലെ ഗൈഡ് ലൈൻസ് വരച്ചു കൊടുക്കാം. അതായത് നമുക്ക് ഓരോ സ്റ്റിച്ചിൻ്റെ ലെങ്ത്ത് എത്രയാണ് വേണ്ടത് അതിനനുസരിച്ച് നമ്മൾ പഠിക്കുന്ന സമയത്ത്, ഇപ്പോൾ ഞാനിവിടെ 1 സെൻറ്റിമീറ്റർ ഡിസ്റ്റൻസിലാണ് ഓരോ സ്റ്റിച്ചും കൊടുക്കുന്നത്. അപ്പോൾ ഓരോ സെൻറ്റിമീറ്റർ ഡിസ്റ്റൻസ് മാർക്ക് ചെയ്തിട്ട് ലൈനിൽ വരച്ചിട്ട് അതിലിങ്ങനെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി എംബ്രോയ്ഡറി ത്രെഡ് എടുക്കുക. ഇതിൽ നമുക്ക് ആദ്യം ത്രെഡിൻ്റെ തുടക്കം എവിടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കണ്ടുപിടിക്കണം. ഈ ഒരു ടാഗിൽ നോക്കുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ ഒരു കുഞ്ഞു ആരോ മാർക്ക് കാണാം.
രണ്ട് ടാഗിലും ഇതുപോലെ ആരോ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ആരോ എങ്ങോട്ടാണോ പോകുന്നത് അതായിരിക്കും നമ്മളെ ത്രെഡിൻ്റെ ഡയറക്ഷൻ. ആ ഒരു ഡയറക്ഷനിലാണ് ത്രെഡിൻ്റെ അറ്റം എടുക്കുന്നത്. ഇനി അവിടെ നോക്കുന്ന സമയത്ത് നമുക്ക് രണ്ട് അറ്റം കാണാൻ പറ്റും. ഒന്ന് ലെങ്ത്തിലുള്ളതും ഒന്ന് ഷോർട്ടായിട്ടുള്ളതും. അതിൽ ലെങ്ത്തിൽ വരുന്ന നൂലാണ് വലിച്ചെടുക്കേണ്ടത്. ഈ ഒരു രീതിയിൽ നമ്മൾ ത്രെഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ത്രെഡ് കെട്ട് ഇല്ലാതെ ഇങ്ങനെ ഈസി ആയിട്ട് റിമൂവ് ചെയ്തെടുക്കാൻ പറ്റും. എന്നിട്ട് നമുക്ക് വേണ്ട ലെങ്ത്തിൽ എത്രയാണോ ലെങ്ത്ത് അതിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കാം. ഇനി സൂചിയിൽ നൂല് കോർത്തെടുക്കുക. സൂചിയിൽ നൂല് കോർത്തെടുത്തതിന് ശേഷം നൂലിൻ്റെ ഏതെങ്കിലും ഒരു അറ്റത്ത് കെട്ടിട്ട് കൊടുക്കുക. നൂലിൻ്റെ ഏത് വശത്താണോ കെട്ടിട്ടത് ആ വശം നമുക്ക് കുറച്ച് ലെങ്ത്തിൽ എടുക്കാം. മറ്റത് കെട്ടിടാത്ത ഭാഗം ഷോർട്ടാക്കിയിട്ടും വെക്കാം. ഇനി നമുക്ക് റണ്ണിങ് സ്റ്റിച്ച് എങ്ങനെ ചെയ്തെടുക്കാൻ നോക്കാം. ഫസ്റ്റ് ഇതുപോലെ ക്ലോത്തിൻ്റെ താഴെ നിന്ന് മുകളിലേക്ക് സൂചി കുത്തിയിട്ട് ക്ലോത്തിൻ്റെ മുകളിലേക്ക് നൂലെടുക്കാം. നെക്സ്റ്റ് നമുക്ക് സ്റ്റിച്ചിൻ്റെ ലെങ്ത്ത് എത്രയാണോ വേണ്ടത് ആ ഒരു പോയിന്റിലേക്ക് സൂചി കുത്തി കൊടുക്കാം. ഇനി നമ്മൾ ചെയ്ത സ്റ്റിച്ചിൻ്റെ അതേ ഒരു ഡിസ്റ്റൻസ് ഗ്യാപ്പ് വിട്ടിട്ട് നെക്സ്റ്റ് സ്റ്റിച്ച് മുകളിലേക്ക് എടുക്കുക. നേരത്തെ ചെയ്ത പോലെ തന്നെ സ്റ്റിച്ചിൻ്റെ ലെങ്ത്തുകളൊക്കെ ഒരേ അകലത്തിലായിരിക്കണം. ഈ ഒരു രീതിയിൽ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇത് നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റിച്ചാണ് റണ്ണിങ് സ്റ്റിച്ച് എന്ന് പറയുന്നത്. പേര് പോലെ തന്നെ സൂചി കൊണ്ട് ജസ്റ്റ് ഒന്ന് ക്ലോത്തിൽ ഇങ്ങനെ നൂല് ഒടിച്ച് പോകുന്നതിനെയാണ് ഈ റണ്ണിങ് സ്റ്റിച്ച് എന്ന് പറയുന്നത് കേട്ടോ. സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഓരോ സ്റ്റിച്ചിൻ്റെയും ലെങ്ത്ത് ഒരേ ലെങ്ത്തിലായിരിക്കണം. പിന്നെ അതിൻ്റെ ഓരോ രണ്ട് സ്റ്റിച്ചുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് തുല്യമായിരിക്കണം. ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് നമുക്ക് ഈസി ആയിട്ട് ഈ ഒരു റണ്ണിങ് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ ഇതിൽ ഞാൻ ചെയ്തതുപോലെ ഫസ്റ്റ് പഠിക്കുന്ന സമയത്ത് നമുക്ക് സ്റ്റിച്ചുകൾ എവിടേക്കാണ് വരേണ്ടത് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് സ്റ്റിച്ച് ചെയ്ത് പഠിച്ചതിന് ശേഷം പിന്നെ നമുക്ക് നന്നായി പ്രാക്ടീസ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഇതുപോലെ സ്റ്റിച്ചിൻ്റെ ലെങ്ത്ത് കുറച്ചിട്ട് ലൈൻസ് മാത്രം വരച്ച് അതിലൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഈ ഒരു റണ്ണിങ് സ്റ്റിച്ച് വെച്ചിട്ട് തന്നെ നമുക്ക് ഒരുപാട് രീതിയിൽ ഡിസൈൻസ് ഡ്രസ്സിലൊക്കെ ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ പ്രിൻ്റബിൾ ഫാബ്രിക്കൊക്കെ ആണെങ്കിൽ അതിൻ്റെ പ്രിൻറ്റിൻ്റെ ഔട്ട്ലൈൻസിലൂടെ ഒക്കെ ഇതുപോലെ റണ്ണിങ് സ്റ്റിച്ചൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയിൽ നമുക്ക് അധികം എഫേർട്ടൊന്നും ഇല്ലാതെ ഈസി ആയിട്ട് നമ്മുടെ ഡ്രസ്സസൊക്കെ മോഡിഫൈ ചെയ്തെടുക്കാൻ പറ്റും. ഇനി ഇതിൻ്റെ ലാസ്റ്റിൽ ഈ സ്റ്റിച്ചിൻ്റെ ലാസ്റ്റിൽ എങ്ങനെയാണ് കെട്ടിട്ട് കൊടുക്കുന്നതെന്നാണ് കാണിക്കുന്നത് കേട്ടോ. അതിന് വേണ്ടിയിട്ട് നമ്മൾ ലാസ്റ്റത്തെ സ്റ്റിച്ച് താഴേക്ക് എടുക്കുക. ഇനി അതിൻ്റെ അടിവശത്ത് നമ്മൾ തൊട്ട് മുന്നേ ചെയ്ത് വെച്ചൊരു സ്റ്റിച്ച് ഉണ്ടല്ലോ ആ സ്റ്റിച്ചിലേക്ക് ഇതുപോലെ സൂചി കോർത്തെടുത്തിട്ട് ഇതുപോലെ നൂല് ലൂപ്പാക്കിയിട്ട് വെക്കുക. ഈ ലൂപ്പിലേക്ക് ഇതുപോലെ നൂല് കോർത്തെടുക്കുക. അപ്പോൾ അവിടെ ഒരു കെട്ട് വീണു. ഇനി ഇതുപോലെ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് സെയിം പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് കെട്ട് അവിടെ കിട്ടും. അപ്പോൾ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ അവിടെ സെക്യൂർ ആയിക്കോളും. ഇനി നമ്മൾ അവിടെ തന്നെ കട്ട് ചെയ്യാതെ ഒരു 2-3-4 സ്റ്റിച്ചിലേക്കും കൂടെ ഈ ഒരു നൂലിനെ ഇങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ കോർത്ത് വെക്കുക. അപ്പോൾ നമുക്ക് ആ നൂല് വെറുതെ അവിടെ ഇവിടെ കിടക്കുന്നതിന് പകരമായിട്ട് നമുക്ക് നല്ല നീറ്റായിട്ട് അവിടെ നല്ല രീതിയിൽ കിടക്കും. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു രീതിയിൽ ഇങ്ങനെ കോർത്ത് വെക്കുന്നത്. എന്നിട്ട് ആ നൂലിൻ്റെ അറ്റത്ത് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുക. ഈ രീതിയിലാണ് നമ്മൾ ഒട്ടുമിക്ക എല്ലാ സ്റ്റിച്ചുകളും ഫിനിഷ് ചെയ്യുന്നത് കേട്ടോ. ഏറ്റവും അവസാനത്തിൽ ഈ ഒരു രീതിയിലാണ് കെട്ടിടുന്നത്. ഇപ്പോൾ നമ്മൾ റണ്ണിങ് സ്റ്റിച്ച് ചെയ്യാൻ പഠിച്ചു. നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം കേട്ടോ, എന്നാലേ നമ്മൾക്ക് എംബ്രോയ്ഡറി ഈസി ആവുള്ളൂ. ഇനി നമുക്ക് ബാക്ക് സ്റ്റിച്ച് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യാൻ നോക്കാം. ബാക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ടിങ് പോയിൻ്റ് കൊടുക്കേണ്ടത് ഒന്നാമത്തെ പോയിൻ്റ് സ്കിപ്പ് ചെയ്തിട്ട് രണ്ടാമത്തെ ഈ ഒരു പോയിന്റിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് ഒരു സ്റ്റിച്ചിനുള്ള ഗ്യാപ്പ് വിട്ടിട്ട് അവിടെ നിന്നാണ് നമ്മൾ സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫ്രണ്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ബാക്കിലേക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതുകൊണ്ടാണ് ഇതിനെ ബാക്ക് സ്റ്റിച്ച് എന്ന് പറയുന്നത്. ഫ്രണ്ടിൽ നിന്ന് ബാക്കിലേക്കാണ് ഓരോ സ്റ്റിച്ചും ചെയ്യുന്നത്. ഇവിടെ ഇപ്പോൾ ഒരു ബാക്ക് സ്റ്റിച്ച് കിട്ടി. ഇനി നമുക്ക് മൂന്നാമത്തെ പോയിന്റിലേക്കാണ് സ്റ്റിച്ച് കൊടുക്കേണ്ടത്. ഇനി അതിനെ നമ്മൾ തൊട്ട് മുന്നേ ചെയ്ത് വെച്ച് സ്റ്റിച്ച് ഉണ്ടല്ലോ ആ സ്റ്റിച്ചിൻ്റെ സെയിം ഹോളിലേക്ക് തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഈ രീതിയിൽ ഓരോ സ്റ്റിച്ചുകളും ഇങ്ങനെ ചെയ്തെടുക്കാം. ഫ്രണ്ടിലേക്ക് ഒരു സ്റ്റിച്ച് ഫ്രണ്ടിലേക്ക് എടുക്കുക. എന്നിട്ട് നമ്മൾ ആദ്യം ചെയ്ത് വെച്ച സ്റ്റിച്ചിൻ്റെ സെയിം ഹോളിലേക്ക് കുത്തി കൊടുക്കുക. ഇതേപോലെ ഓരോ സ്റ്റിച്ചും ഒരേ അകലത്തിൽ ഒരേ ഡിസ്റ്റൻസിൽ
ഓരോ സ്റ്റിച്ചും വരുന്ന രീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ലാസ്റ്റ് വരുന്ന സ്റ്റിച്ച് നമുക്ക് താഴേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ റണ്ണിങ് സ്റ്റിച്ച് ചെയ്തപ്പോൾ ബാക്കിൽ എങ്ങനെയാണ് സ്റ്റിച്ച് കെട്ടിട്ട് കൊടുത്തിരുന്ന ഓർമ്മയില്ലേ, അതേ മെത്തേഡ് യൂസ് ചെയ്തിട്ട് ഇവിടെ നമുക്ക് നോട്ടിട്ട് കൊടുക്കാം. അതുപോലെ 2 പ്രാവശ്യം നോട്ടിട്ടതിന് ശേഷം എക്സ്ട്രാ വരുന്ന ത്രെഡ് ബാക്കിയുള്ള സ്റ്റിച്ചിലേക്കും കൂടെ ജസ്റ്റ് ഒന്ന് ഇതുപോലെ പുറത്തെടുക്കുക. ഇനി അതിൻ്റെ ബാക്കി വരുന്ന ത്രെഡ് കട്ട് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഒരു ഡിസൈൻ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ബാക്ക് സ്റ്റിച്ച് ചെയ്യാൻ നോക്കാം. ആദ്യം നമുക്ക് ഒരു സ്റ്റിച്ചിനുള്ള ഗ്യാപ്പ് വിട്ടിട്ട് സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യാം. നെക്സ്റ്റ് അവിടുന്ന് ബാക്കിലേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഈ ഒരു രീതിയിൽ ഒരേ ഡിസ്റ്റൻസിൽ ഓരോ സ്റ്റിച്ചുകളും ചെയ്യാം. ഈ ഒരു ബാക്ക് സ്റ്റിച്ച് വെച്ചിട്ട് നമ്മൾ ഡിസൈന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്ന സമയത്ത് സ്റ്റിച്ചിൻ്റെ കേർവ്ഡ് ആയിട്ടുള്ള ഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ, ആ ഭാഗങ്ങൾ എത്തുന്ന സമയത്ത് സ്റ്റിച്ചിൻ്റെ ലെങ്ത്ത് പരമാവധി കുറച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. കുഞ്ഞു കുഞ്ഞു സ്റ്റിച്ചുകൾ കൊടുക്കുക. വളവൊക്കെ വരുന്ന സമയത്ത് കുഞ്ഞു കുഞ്ഞു സ്റ്റിച്ചുകൾ കൊടുത്തിട്ട് നമുക്കിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല സിമ്പിളായിട്ട് സ്റ്റിച്ച് നമ്മൾ വരച്ച ഒരേ രീതിക്ക് തന്നെ സ്റ്റിച്ച് കൊണ്ടുപോകാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു ബാക്ക് സ്റ്റിച്ചും നന്നായിട്ട് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് നോക്കുക കേട്ടോ. ഇനി നമുക്ക് സ്റ്റെം സ്റ്റിച്ച്, 3ാമത്തെ സ്റ്റിച്ചാണ് സ്റ്റെം സ്റ്റിച്ച്. സ്റ്റെം സ്റ്റിച്ച് എങ്ങനെ ചെയ്യാൻ നോക്കാം. സ്റ്റെം സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഫസ്റ്റ് 1ാമത്തെ പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ 2ാമത്തെ പോയിന്റ് സ്കിപ്പ് ചെയ്തിട്ട് 3ാമത്തെ പോയിന്റിലേക്കാണ് പിന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. ഫസ്റ്റ് പോയിന്റിൽ നിന്ന് എടുത്തിട്ട് 2ാമത്തെ പോയിന്റ് സ്കിപ്പ് ചെയ്ത് 3ാമത്തെ സ്റ്റിച്ചിലേക്കാണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. പിന്നെ അവിടുന്ന് 2ാമത്തെ പോയിന്റിലേക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഈ ഒരു രീതിയിലാണ് സ്റ്റെം സ്റ്റിച്ച് ചെയ്യുക. ഇനി ഇവിടുന്ന് നേരെ ഈ ഒരു സെൻറ്ററിലുള്ള സ്റ്റിച്ച് സ്കിപ്പ് ചെയ്തിട്ട് 3ാമത്തെ സ്റ്റിച്ചിലേക്ക് എടുക്കുക. ഇനി നമ്മൾ തൊട്ട് മുന്നേ ചെയ്ത സ്റ്റിച്ച് ഉണ്ടല്ലോ, അതിൻ്റെ സെൻറ്ററിൽ വരുന്ന സ്റ്റിച്ച് അതിലേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഈ ഒരു മെത്തേഡിൽ സ്റ്റിച്ചുകൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ സ്റ്റെം സ്റ്റിച്ച് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ മുകളിൽ വരുന്ന ഈ ഒരു ത്രെഡ് ഉണ്ടല്ലോ, അത് എപ്പോഴും ഒരേ ഡയറക്ഷനിൽ വരുന്നത്. സ്റ്റാർട്ടിങ് മുതൽ എൻഡ് വരെ, ഇപ്പോൾ നമ്മൾ താഴേക്കാണ് ഇവിടെ നൂല് വെച്ചിരിക്കുന്നത്, അത് താഴേക്ക് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ ഫുൾ ആ ഒരു എൻഡ് വരെ താഴേക്ക് തന്നെ നൂല് കൊടുക്കുക. അതല്ല നമ്മൾ മുകളിലേക്കാണ് നൂല് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഫുള്ള് ആ ത്രൂ ഔട്ട് മുകളിൽ തന്നെ ഈ ഒരു ത്രെഡ് വരണം. ആ രീതിയിലാണ് സ്റ്റെം സ്റ്റിച്ച് ചെയ്യേണ്ടത്. അതല്ലാതെ ഒരു ത്രെഡ് താഴേക്കും പിന്നെ അടുത്ത സ്റ്റിച്ച് ചെയ്യുമ്പോൾ മുകളിലേക്കും ആക്കിയാണ്ട് കൊടുക്കാൻ പാടില്ല. ഇപ്പോൾ ഈ ഒരു കിടക്കുന്ന ഈ ഒരു ത്രെഡാണ് പറഞ്ഞത് കേട്ടോ. പിന്നെ ലാസ്റ്റത്തെ സ്റ്റിച്ച് താഴേക്ക് എടുത്തിട്ട് നമ്മൾ സാധാരണ കെട്ടിടുന്ന പോലെ തന്നെ താഴെ വെച്ചിട്ട് കെട്ടി കൊടുക്കുക. നമ്മൾ മറ്റേ സ്റ്റിച്ചിനൊക്കെ പറഞ്ഞ പോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് പഠിക്കുന്ന സമയത്ത് ലെങ്ത്ത് കൂട്ടിയാണ്ട് സ്റ്റിച്ച് ചെയ്ത് പഠിക്കുക. പിന്നെ ഡിസൈനൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ സ്റ്റിച്ചിൻ്റെ ലെങ്ത്ത് പരമാവധി കുറച്ചിട്ട് ചെറിയ ചെറിയ സ്റ്റിച്ചുകളാക്കിയാണ്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇവിടെ സ്റ്റെം സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു സ്റ്റിച്ച് ചെയ്യാനുള്ള ഗ്യാപ്പ് വിട്ടിട്ട് 2ാമത്തെ സ്റ്റിച്ച് ചെയ്യാനുള്ള പോയിന്റിലേക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുക. എന്നിട്ട് അതിൻ്റെ സെൻറ്ററിലേക്ക് ഇതുപോലെ സ്റ്റിച്ച് എടുക്കാം ഈ ഒരു രീതിയിൽ. അപ്പോൾ നമ്മൾ ഈ ഒരു ത്രെഡ് നമ്മളിവിടെ മറ്റേ വിരലുകൊണ്ട് ഹോൾഡ് ചെയ്ത് വെക്കുന്നുണ്ട്, താഴേക്ക് ഹോൾഡ് ചെയ്ത് വെക്കുന്നുണ്ട്. ഈ ഒരു ഹോൾഡ് ചെയ്യുന്ന ത്രെഡ് എപ്പോഴും താഴേക്ക് തന്നെ, ഡിസൈനിൻ്റെ താഴേക്ക് തന്നെ, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളെന്തെങ്കിലും ഡിസൈനൊക്കെ ചെയ്യുകയാണെങ്കിൽ ആ ഔട്ട്ലൈനിൻ്റെ ഡിസൈനിൻ്റെ പുറത്തേക്ക് വരുന്ന രീതിയിലാണ് നമ്മൾ ഈ ഒരു ത്രെഡ് ഹോൾഡ് ചെയ്ത് വെക്കേണ്ടത്. അതായത് ഈ ഒരു ത്രെഡാണ് പറഞ്ഞത്, അത് മുകളിലേക്ക് ഇങ്ങനെ കൊടുക്കാൻ പാടില്ല, എപ്പോഴും താഴെ വരുന്ന രീതിയിൽ കൊടുക്കണം. ഔട്ട്ലൈനിൻ്റെ പുറത്തേക്ക് വരുന്ന രീതിയിലാണ് നമ്മൾ എപ്പോഴും സ്റ്റിച്ച് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ ഒരു ഇതിൻ്റെ ഈ ഒരു സർക്കിളിൻ്റെ ഔട്ട്ലൈനാണ് നമ്മൾ കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ എപ്പോഴും ഈ ഒരു ത്രെഡ് ഡിസൈനിൻ്റെ പുറത്തേക്ക് വരുന്ന രീതിയിലാണ് ത്രെഡ് എപ്പോഴും വെക്കേണ്ടത്. കണ്ടോ, ഈ ഒരു രീതിയിലാണ് ത്രെഡ് കൊടുക്കേണ്ടത്. അതായത്
ഇങ്ങനെ ഉൾവശത്തേക്ക് വരുന്ന രീതിയിൽ, ത്രെഡ് ഉൾവശത്തേക്ക് വരുന്ന രീതിയിൽ സ്റ്റിച്ച് കൊടുക്കാൻ പാടില്ല. അപ്പോൾ നമുക്ക് ആ വരച്ച ലൈൻ നമുക്ക് കറക്റ്റ് ഇതുപോലെ സ്റ്റിച്ച് ഈ ഒരു രീതിയിലാണ് വരിക. അതിൻ്റെ ആ സ്റ്റാർട്ടിങ്ങൊക്കെ നമുക്ക് കറക്റ്റ് കാണാൻ പറ്റും. അതല്ല നമ്മൾ ഔട്ട്ലൈൻ്റെ പുറത്തേക്കാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ സ്റ്റിച്ച് നമ്മൾ കറക്റ്റ് നമ്മൾ വരച്ച ഔട്ട്ലൈൻ വരച്ച ആ ലൈനുമ കൂടെയാണ് കറക്റ്റ് സ്റ്റിച്ച് വരിക. ഡിസൈനിൻ്റെ ഉൾവശത്തേക്കാണ് നമ്മൾ ഈ ഒരു ത്രെഡിനെ കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ആ സ്റ്റിച്ചിൻ്റെ ഒരു ഡയറക്ഷൻ അതുപോലെ അവിടെ കാണാൻ പറ്റും. നമുക്ക് സ്റ്റിച്ച് നമ്മൾ വരച്ച ലൈന് ഒരു ഭാഗത്തും സ്റ്റിച്ച് അതിൻ്റെ താഴെ കൂടെ ആയിട്ടാണ് വരിക. അപ്പോൾ നമുക്ക് കറക്റ്റ് ഉദ്ദേശിച്ച രീതിയിൽ സ്റ്റിച്ച് കിട്ടില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് എപ്പോഴും ഈ ഒരു ത്രെഡ് എപ്പോഴും താഴേക്ക് ആക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യണം. ഔട്ട്ലൈനൊക്കെ കൊടുക്കുന്ന സമയത്ത് ഡിസൈൻ്റെ പുറത്തേക്കാണ് ഈ ഒരു ത്രെഡ് കൊടുക്കേണ്ടത്. പിന്നെ വളവും തിരിവൊക്കെ വരുന്ന സാഹചര്യത്തിൽ സ്റ്റിച്ചിൻ്റെ ലെങ്ത്തുകൾ പരമാവധി കുറച്ച് കുഞ്ഞു കുഞ്ഞു സ്റ്റിച്ചുകളാക്കിയാണ്ട് സ്റ്റിച്ച് ചെയ്യാം. ഇപ്പോൾ സ്റ്റിച്ചിൻ്റെ ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ ക്ലോത്തിൽ നിന്ന് 1 ഇഴയോ 2 ഇഴയോ ഒക്കെ ആക്കിയാണ്ട് അത്രയും ചുരുക്കിയാണ്ട് സ്റ്റിച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ നീറ്റായിട്ട് നമുക്ക് കേർവ്ഡ് ലൈൻസൊക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. ഞാനിവിടെ ക്ലോത്തിൽ വരയ്ക്കാൻ യൂസ് ചെയ്യുന്ന പെന്ന് വാട്ടർ എറേസിബിൾ പെന്നായിരുന്നു. അതുകൊണ്ട് തന്നെ ബ്രഷ് കുറച്ച് വെള്ളത്തിൽ ഡിപ്പ് ചെയ്തിട്ട്, അതായത് നോർമൽ വെള്ളത്തിൽ കേട്ടോ, നോർമൽ വെള്ളത്തിൽ ഡിപ്പ് ചെയ്തിട്ട് ഇതൊന്നും ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുക്കുന്നേ ഉള്ളൂ. അപ്പോഴേക്കും ആ ഇങ്ക് ഫെയ്ഡ് ആവുന്നത് കണ്ടോ. അതാണ് നമ്മൾ എറേസിബിൾ പെന്ന് യൂസ് ചെയ്യാനുള്ള കാരണം. ഇനി നമുക്ക് ലാസ്റ്റ് ഒരു സ്റ്റിച്ചും കൂടെ പഠിക്കാനുണ്ട്. അതാണ് ചെയിൻ സ്റ്റിച്ച്. ചെയിൻ സ്റ്റിച്ച് എങ്ങനെ ചെയ്യാൻ നോക്കാം. ഫസ്റ്റ് ഇതുപോലെ ത്രെഡ് എടുക്കുക. എന്നിട്ട് ഫസ്റ്റ് കൊടുത്ത ആ ഒരു ത്രെഡ് ഉണ്ടല്ലോ, അതിലേക്ക് ആ സെയിം ഹോളിലേക്ക് തന്നെയാണ് അടുത്ത സ്റ്റിച്ചും കൊടുക്കേണ്ടത്. ഇനി തൊട്ടടുത്ത പോയിന്റിലേക്ക് സ്റ്റിച്ച് എടുത്തിട്ട് ഈ ഒരു ത്രെഡ് കിടക്കുന്നുണ്ടോ ഇതുപോലെ ലൂപ്പാക്കി വെച്ചിട്ട് അതിൻ്റെ സെൻറ്ററിൽ കൂടെയാണ് ത്രെഡ് നമ്മൾ വലിച്ചെടുക്കേണ്ടത്. ഇനി ഈ ഒരു സ്റ്റിച്ചിൻ്റെ ഉള്ളിൽ നിന്നാണ് നെക്സ്റ്റ് സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഉണ്ടോ, പുറത്തുനിന്നല്ല. അതിൻ്റെ നമ്മൾ ഇപ്പോൾ ത്രെഡ് എടുത്ത ആ ഒരു സെയിം ഹോളിലേക്ക് തന്നെ സ്റ്റിച്ച് എടുക്കാം. അതായത് നമ്മൾ ഫസ്റ്റ് ചെയ്ത് വെച്ച ആ ഒരു സ്റ്റിച്ചിൻ്റെ ഉൾഭാഗത്തു നിന്നാണ് സ്റ്റിച്ച് കൊടുക്കേണ്ടത്. എന്നിട്ട് ഇതുപോലെ ലൂപ്പാക്കിയിട്ട് അതിൻ്റെ ഉള്ളിലൂടെ ത്രെഡ് വലിച്ചെടുക്കുക. ഈ ഒരു രീതിയിലാണ് ചെയിൻ സ്റ്റിച്ച് കൊടുക്കുക. എന്താ ഈ ഒരു രീതിയിൽ സൂചിൻ്റെ ചുറ്റും ത്രെഡ് വരുന്ന രീതിയിൽ വെച്ചിട്ട് അതിൻ്റെ സെൻറ്ററിൽ കൂടെ വലിച്ചു കൊടുക്കുക. ഇങ്ങനെ വലിച്ചെടുക്കുന്ന സമയത്ത് ഭയങ്കര ടൈറ്റായിട്ട് നമ്മൾ വലിച്ചു കൊടുക്കരുത്. ചെറിയൊരു ലൂസോട് കൂടിയിട്ടാണ് ത്രെഡ് വലിക്കേണ്ടത്. ആദ്യം ചെയ്ത് വെച്ച ചെയിൻ സ്റ്റിച്ചിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് അടുത്ത സ്റ്റിച്ചിലേക്ക് ഇതുപോലെ സൂചി കുത്തി കൊടുത്ത് നീഡിൽ ഈ ഒരു രീതിയിൽ വെച്ചിട്ട് നീഡിലിൻ്റെ താഴെ നൂല് വരുന്ന രീതിയിൽ ഇതുപോലെ ചുറ്റി കൊടുക്കാം. എന്നിട്ട് നീഡിൽ വലിച്ചു കൊടുക്കാം. സ്റ്റിച്ച് അവസാനിപ്പിക്കുന്ന സമയത്ത് നമ്മൾ ചെയിനിൻ്റെ പുറത്തേക്ക്, ചെയിൻ സ്റ്റിച്ചിൻ്റെ പുറത്തേക്കാണ് സ്റ്റിച്ച് കൊടുക്കേണ്ടത്. ഈ ഒരു രീതിയിൽ പുറത്തേക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് താഴേക്ക് എടുക്കുക. എന്നിട്ട് താഴെ നമ്മൾ സാധാ സ്റ്റിച്ചുകളൊക്കെ കെട്ടിടുന്ന പോലെ തന്നെ താഴെ നോട്ടിട്ട് കൊടുക്കുക. ചെയിൻ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് സ്റ്റിച്ചിൻ്റെ ലെങ്ത്ത് പരമാവധി കുറച്ചിട്ട് ചെറിയ ചെറിയ സ്റ്റിച്ചുകളാക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും സ്റ്റിച്ച് കാണാൻ. ഈ ഒരു രീതിയിൽ ചെറിയ സ്റ്റിച്ചുകളാക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ നൂല് വലിക്കുന്ന സമയത്ത് അധികം ടൈറ്റാക്കിയിട്ട് വലിക്കുകയും ചെയ്യരുത്. ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സൂപ്പറായിട്ട് ചെയിൻ സ്റ്റിച്ച് ചെയ്തെടുക്കാം. വളരെ സിമ്പിളായിട്ടുള്ള എംബ്രോയിഡറിയിൽ വരുന്ന ഏറ്റവും ബേസിക് ആയിട്ടുള്ള 4 സ്റ്റിച്ചസാണ് ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പഠിച്ചത്. 4 സ്റ്റിച്ചും ഒരുമിച്ച് വന്നതുകൊണ്ട് കൺഫ്യൂഷൻ ആവുന്നുണ്ടെങ്കിൽ ഒരു സ്റ്റിച്ച് എടുത്തിട്ട് അത് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ട് അടുത്ത സ്റ്റിച്ച് പഠിക്കാം. ആ ഒരു രീതിയിൽ 4 സ്റ്റിച്ചുകളും നന്നായിട്ട് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് നമുക്ക് ഓരോ സ്റ്റിച്ചും സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. എല്ലാവരും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അപ്പോൾ ഇൻഷാല്ലാ നെക്സ്റ്റ് വീഡിയോസിൽ വീണ്ടും കാണാം. ബൈ.